പത്തനംതിട്ട ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ ബയോമെഡിക്കൽ സംസ്കരണ പ്ലാന്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ. ആശുപത്രി മാലിന്യം സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് പബ്ലിക് ഹിയറിംഗിൽ നാട്ടുകാരും ജനപ്രതിനിധികളും വ്യക്തമാക്കി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് ബയോമെഡിക്കൽ സംസ്കരണ പ്ലാന്റിനായി സർക്കാരിന് അപേക്ഷ നൽകിയത്. പത്തനംതിട്ട അടൂരുള്ള മണ്ണൂർ കിൻഫ്ര പാർക്കിൽ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ഇളമണ്ണൂരിൽ നടത്തിയ പബ്ലിക് ഹിയറിംഗിൽ പദ്ധതിക്കെതിരെ ജനരോഷം. പ്ലക്കാർഡുകളുമേന്തിയാണ് പ്രദേശവാസികൾ പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുത്തത്. ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പദ്ധതി തങ്ങളുടെ നാട്ടിൽ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇങ്ങനൊരു മാലിന്യ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞങ്ങൾക്കത് എല്ലാവർക്കും എതിർപ്പ് തന്നെയാണ്. ഇതിവിടെ വരാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് കിൻഫ്ര പാർക്കിൽ ബയോമെഡിക്കൽ സംസ്കരണ പ്ലാന്റ് തുടങ്ങാൻ ശ്രമിക്കുന്നത്. പദ്ധതിയെ എതിർത്ത് പത്തനംതിട്ട MP ആന്റോ ആന്റണിയും രംഗത്തെത്തി. ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഈ മണ്ണിലേക്ക് അത് സംസ്കരിക്കുമ്പോൾ അതുണ്ടാകുന്ന പ്രത്യാഘാതം വരും ജനറേഷൻ്റെ കൂടിയാണ്. പബ്ലിക് ഹിയറിംഗിൽ പദ്ധതിക്കെതിരായാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഏനാദിമംഗലം പഞ്ചായത്തിലാണ് കിൻഫ്ര പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജഗോപാൽ നായരും അഭിപ്രായം രേഖപ്പെടുത്തി. അപകടകരമായ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന യൂണിറ്റ് വന്നാൽ ഈ ഫുഡ് പാർക്കിലെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെടും. പദ്ധതി യാഥാർത്ഥ്യമായാൽ വായു ജലമലിനീകരണം ഉണ്ടാകുമെന്ന ജനങ്ങളുടെ ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവിൻ വ്യക്തമാക്കി. എയർ, വാട്ടർ ആൻഡ് ലാൻഡ് ഒരു രീതിയിലുള്ള പൊല്യൂഷനും ഉണ്ടാകില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയാണ്. ബയോമെഡിക്കൽ സംസ്കരണ പ്ലാന്റിനെതിരെ കിൻഫ്ര പാർക്കിലെ മറ്റ് സംരംഭകരും രംഗത്തെത്തി. കിൻഫ്ര പാർക്കിൽ 3 ഏക്കർ സ്ഥലമാണ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.